ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ട്രിപ്മല്ലു. എൻ്റെ പേര് ഷമീർ. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 ഏക്കറിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇന്ത്യയിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള കർണാടകയിലുള്ള ദൊഡ്ഡാൽമര എന്ന ഒരു ആൽമരത്തിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ വന്നേക്കുന്ന ആൽമരത്തിൻ്റെ അങ്ങോട്ട്. അതൊരു കമ്പിവേലി കെട്ടി സംരക്ഷിക്കുക. അതിൻ്റെ മെയിൻ ഗേറ്റാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഇവിടെ ഈ മരത്തിൻ്റെ ചരിത്രങ്ങൾ ആ ബോർഡിലുണ്ട്. അപ്പോൾ ഇവിടെ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുള്ള ബോർഡുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ എന്തത് പറ്റൂല, ഇവിടുത്തെ നിയമാവലിയൊക്കെയാണ് ആ ബോർഡുകളിലുള്ളത്. അപ്പോൾ ഈ മരം 400 വർഷം പഴക്കമുള്ള മരവും. അപ്പോൾ ഇതിൻ്റെ താഴ്ത്തടി മെയിൻ നമ്മളെ മരം ഉണ്ടല്ലോ, അതിപ്പം നിലവിലില്ല, നശിച്ചു പോയിട്ട് അതിൻ്റെ ബാക്കി മുളച്ച് വന്ന വേരുകൾ മാത്രം. നമുക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളിലൊരു കാട് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതൊരൊറ്റ മരം പടർന്ന് പന്തലിച്ച് അതിൻ്റെ വേര് ഇറങ്ങി നിൽക്കുന്നുണ്ടാകും. അപ്പം ഇത് കുറേ നശിച്ചു പോയി. അപ്പം ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടിട്ട് ഇപ്പോൾ സംരക്ഷിച്ച് നിർത്തുന്നതിൻ്റെ പേരിലാണ് ഇതിപ്പം വീണ്ടും ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചുറ്റും കമ്പിവേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാതിക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും പറ്റുന്നൊരു നല്ലൊരു ആംബിയൻസ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക സന്തോഷമാണ്. ഓക്സിജൻ്റെ അളവൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കവിടെ ഇരിക്കുമ്പം തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് ഇതിനുള്ളത്. ഒരു 3 ഏക്കർ സ്ഥലത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 35-36 കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ വന്ന് അവിടുന്ന് ഹൈവേ എന്നൊരു 8 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. അപ്പം ദൊഡ്ഡ മര എന്നാണ് കർണാടകത്തിൽ ഇതിന് പറയുന്നത്. ദൊഡ്ഡ മര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആൽമരം എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ ആ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കർണാടകക്കാരുടെ അറിയപ്പെടുന്നത് ദൊഡ്ഡ മര എന്നും. ഇപ്പം ബാംഗ്ലൂരൊക്കെ താമസിക്കുന്ന മലയാളികൾ പറയൽ ദൊഡ്ഡാൽമരം എന്നും. ഇപ്പോൾ മലയാളത്തിൽ നമുക്ക് പച്ചമലയാളത്തിൽ പറയാനാണെങ്കിൽ വലിയ ആൽമരം എന്നുമാണ് ഇതറിയപ്പെടുന്നത്. അതുപോലെ കുരങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുരങ്ങന്മാർ നല്ല ശല്യമാണ്. അപ്പോൾ അവർ നമ്മൾ ഭക്ഷണ സാധനമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അവരത് നമ്മളടുത്ത് കയ്യിൽ നിന്ന് അടിച്ചെടുത്തിരിക്കും. അതെങ്ങനെയായാലും അവർ ബലം പ്രയോഗിച്ച് നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങും. മാത്രമല്ല കുറേ ആൾക്കാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് അവർക്ക് കൊടുക്കാതെ ഭക്ഷണ സാധനമൊക്കെ കയ്യിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ അവർ വന്ന് കൈവന്ന് ആ ഭക്ഷണ സാധനം എടുത്തിട്ട് പോകും. അതുപോലെ ഇപ്പോൾ ഈ ബിഗ് ബനിയൻ ട്രീ എന്ന് പറയുന്ന ഇതിൻ്റെ ഇതേ പേരിൽ, ഇപ്പം ഇതിന് ദൊഡ്ഡാൽമര ഇംഗ്ലീഷിൽ പറയുന്ന ബിഗ് ബനിയൻ ട്രീ എന്ന പേരിൽ ബിഗ് ബനിയൻ എന്ന് പറഞ്ഞിട്ടൊരു വൈനിൻ്റെ ബ്രാൻഡ് തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, ഇതിൻ്റെ തൊട്ടടുത്തൊരു ഫാക്ടറി ഉണ്ട് വൈൻ ഉണ്ടാക്കുന്ന, ബിഗ് ബനിയൻ എന്നുള്ള ആ പേര് ഉപയോഗിച്ചിട്ട്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നഴ്സറികൾ, ഗാർഡൻ, പൂന്തോട്ടങ്ങൾ, അവിടെയുള്ള സ്റ്റാച്ചുകൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന 100 കണക്കിന് തോട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. മൊത്തത്തിലൊന്നുമില്ലെങ്കിൽ തൽക്കാലം ഒരു ഇതിൽ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിന് ചുറ്റുവട്ടത്ത് ഒരുപാട് നഴ്സറികൾ, ഗാർഡൻസൊക്കെ ഒരുപാടുണ്ട്. നമ്മുടെ നാട്ടിലേക്കെല്ലാം എൻ്റെ ഇപ്പോഴത്തെ ചെടികൾ കയറ്റി അയക്കുന്നൊക്കെ ഇവിടുന്ന് ഈ പരിസരത്ത് നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടറികൾ ഒരുപാടുണ്ട്.
ഇപ്പോൾ ഈ ആൽമരം ഈ വേലിക്കെട്ടിനകത്ത് മാത്രമൊന്നല്ല, ഇതിന് പുറത്തും പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 ഏക്കർ സ്ഥലം ഒരു വേലിക്കെട്ടി തിരിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ അകത്ത് കാണുന്ന വേലി, ആ വേലി കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇപ്പോൾ ഒരുപാട് പന്തലിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി നമ്മളിപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഐവ.